ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു KL01 വേൾഡ് ഓഫ് നോളജ് PSC ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. എക്കണോമിക്സ് സബ്ജക്റ്റില് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ബാങ്കിങ്ങിനെ റിസർവ് ബാങ്കും ധർമ്മങ്ങളും എന്ന തലക്കെട്ടിനകത്ത് നിന്ന് ലാസ്റ്റ് നമ്മൾ നോക്കി നിർത്തിയ ചോദ്യം ഇതായിരുന്നു: ഏത് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ബാങ്കുകളുടെ പ്രവർത്തനം നടക്കുന്നത്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകൾ അവസാനിപ്പിച്ചത്. അപ്പോ ഇന്ന് നമ്മൾ പഠിക്കാനായി പോകുന്നത് RBI ഗവർണർമാരെ കുറിച്ചാണ്. RBI ഗവർണർമാർ. RBIയുടെ തലവനാണ് RBI ഗവർണർ. RBIയുടെ തലവൻ RBI ഗവർണറാണ്. RBIയുടെ ആദ്യ ഗവർണർ സർ ഓസ്ബോൺ സ്മിത്ത് 1935 മുതൽ 1937 വരെ. സർ ഓസ്ബോൺ സ്മിത്ത് ആണ് RBIയുടെ ആദ്യ ഗവർണർ. RBIയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ CD ദേശ്മുഖ് 1943-49 കാലഘട്ടം. RBIയുടെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണറാണ് CD ദേശ്മുഖ് 1943-49. 1944 ബ്രിട്ടൻ വുഡ്സ് സമ്മേളനത്തിൽ പങ്കെടുത്ത RBI ഗവർണർ 1944 ബ്രിട്ടൻ വുഡ്സ് സമ്മേളനത്തിൽ പങ്കെടുത്ത ഗവർണർ ആരാണ്? CD ദേശ്മുഖ് ആണ്. ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണറായി സേവനമനുഷ്ഠിച്ചത് BN റാവു ആണ്. 1949 മുതൽ 57 വരെയാണ് BN റാവു സേവനമനുഷ്ഠിച്ച കാലയളവ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണറായി സേവനമനുഷ്ഠിച്ചത് BN റാവു. ആദ്യമായി കറൻസി നോട്ടുകളിൽ ഒപ്പിട്ട RBI ഗവർണറാണ് ജെയിംസ് ടൈലർ 1937-43 കാലഘട്ടം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ദേശസാൽക്കരണ സമയത്തെ, അതായത് 1969 RBI ഗവർണറാണ് ലക്ഷ്മികാന്ത് ഝാ. 1967-70 കാലഘട്ടം. RBI ഗവർണറായ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് RBI ഗവർണർ ആയതിനു ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തി. RBI ഗവർണർ ആകുന്ന ആദ്യ RBI ഉദ്യോഗസ്ഥനാണ് M നരസിംഹം. RBIയിൽ ഡെപ്യൂട്ടി ഗവർണറായ ആദ്യ വനിത KJ ഉദ്ദേശി. RBIയുടെ 25ാമത്തെ ഗവർണറാണ് ശക്തികാന്ത ദാസ്. RBIയുടെ പ്രഥമ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സുധാ ബാലകൃഷ്ണനാണ്. The longest serving governor of RBI. The longest serving governor of RBI ചോദിച്ചു കഴിഞ്ഞാൽ ബെനിഗൽ റാം റാവു ആണ്. ബെനിഗൽ റാം റാവു. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF എക്സ്റ്റേണൽ അഡ്വൈസറി ഗ്രൂപ്പിലേക്ക്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ എക്സ്റ്റേണൽ അഡ്വൈസറി ഗ്രൂപ്പിലേക്ക് നിയമിതനായ മുൻ RBI ഗവർണറാണ് രഘുറാം രാജൻ. ഇന്ത്യയിലെ ബാങ്കുകളുടെ സേവനങ്ങളെ സംബന്ധിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണുന്നതിനായി 1995 നിലവിൽ വന്ന സംവിധാനമാണ് ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ. 1995 ഇന്ത്യയിലെ ബാങ്കുകളെ അല്ലെങ്കിൽ ബാങ്കുകളുടെ സേവനങ്ങളെ സംബന്ധിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണുന്നതിനായിട്ട് നിലവിൽ വന്ന സംവിധാനമാണ് ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ. നിലവിൽ ഇന്ത്യയിൽ ഏത് സ്കീം പ്രകാരമാണ് ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ പ്രവർത്തിക്കുന്നത്? ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ സ്കീം 2006. ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ സ്കീം 2006 എന്ന സ്കീം പ്രകാരമാണ് നിലവിൽ ഇന്ത്യയിൽ ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ കൂട്ടുകാരെ, തൽക്കാലം ഇത്രയും കാര്യങ്ങൾ നോക്കി ഇന്നത്തെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ എക്കണോമിക്സിനകത്ത് നമുക്ക് ഇനി കുറച്ച് കാര്യങ്ങളും കൂടി പഠിക്കാനായിട്ടുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് എക്കണോമിക്സ് സബ്ജക്റ്റ് ഇവിടെ തീരുന്നതാണ്. അതിൽ നമ്മൾ സിവിക്സ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഒരു 3-4 ദിവസത്തെ ക്ലാസ്സുകൾ കൂടി കഴിയുമ്പോൾ എക്കണോമിക്സ് സബ്ജക്റ്റ് മൊത്തം തീരുകയാണ്. പഠിച്ച കാര്യങ്ങളെല്ലാം നന്നായിട്ട് നോക്കുക, റിവൈസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തൊക്കെ കണ്ട് നന്നായി പഠിക്കുക. നമുക്ക് നമ്മുടെ മുന്നിലുള്ള പരീക്ഷ LD ക്ലർക്കാണ്. നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് നേടി വിജയം കരസ്ഥമാക്കാൻ ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കുന്നു. നാളെ ഇതിന്റെ ബാക്കി ഭാഗമായി വീണ്ടും കണ്ടുമുട്ടും വരേക്കും സൈനിങ് ഓഫ് KL01 വേൾഡ് ഓഫ് നോളജ്. ബൈ.